ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിൽ ഡാനി സത്യം എന്നുള്ള പേര് ഞാൻ പറഞ്ഞു. സത്യം പറയാം, ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ, എനിക്ക് നിന്റെ ഒക്കെ പേര് പോലും അറിയത്തില്ല. മൂന്നെണ്ണം ഇരുന്ന് ബിജു ചേട്ടനോ എന്ത് ചേട്ടനെ, ഇവനൊക്കെ ഏതവനാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇവന്റെ ഒക്കെ പേര്. ഇത്രയും പേര് കുറ്റപ്പെടുത്തുമ്പോൾ ഒരുപാട് പേര് അമ്മമാരാണ് ചേച്ചി, ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്. അവർക്കൊന്നും കമന്റ് ഇടാൻ അറിയാത്തോണ്ടായിരിക്കാം. അവർക്കൊന്നും കമന്റ് ഇടാൻ അറിയാത്തോണ്ടാണ്. കമന്റ് ഇടാൻ അറിയാവുന്ന എല്ലാ തെറി വിളിച്ച് കമന്റ്സ് ഇട്ടേ. എടാ നാറി, നീ എന്നെ വിളിച്ച മാ കുട്ടിയോ? നിന്റെ വീട്ടില് എല്ലാരും ഞാൻ അത് വിളിച്ചേക്കുന്നത് പോടാ പാട്ടി. ഹായ് എവരിവൺ, അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ രേണുസുധിയുടെ വീഡിയോ ആയിട്ട് തന്നെയാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അറിയാലോ, എന്തായാലും നമ്മുടെ രേണുസുധി നമ്മുടെ കേരളം വിട്ട് റാസൽ കൈമയിലേക്ക് പോയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ടല്ലോ. കാര്യം അത് വലിയ വിവാദമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ അറിയാത്തതായിട്ട് ആരുമില്ല. എന്തായാലും രേണുസുധി എല്ലാരെയും കയ്യിലെടുത്തു കേട്ടോ. അവിടെ ഡാൻസിന് ഡാൻസ്, പാട്ടിന് പാട്ട്, എന്ത് വേണം എല്ലാം കൊണ്ടും അവരെ കയ്യിലെടുത്തിരിക്കുകയാണ്. അപ്പൊ വേറൊരു കാര്യമുണ്ട്, അവിടെ ഡാൻസ് കൊണ്ടും പാട്ട് കൊണ്ടും അഭിനയം കൊണ്ടും എല്ലാവരെയും കയ്യിലെടുത്തിരിക്കുന്ന കാര്യം ഉൾപ്പെടെ പിന്നെ വേറൊരു കാര്യം കൂടി നടന്നിരിക്കുകയാണ്, കുറ്റസമ്മതം. രേണുസുധി കുറ്റസമ്മതം നടത്തിയിരിക്കുന്നു. പുള്ളിക്കാരി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 3 യൂട്യൂബർമാര് കാറിൽ നിന്ന് ചേച്ചീനെ കുറിച്ച് ഭയങ്കര ഇതായിട്ട് വീഡിയോ ചെയ്തെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്യും. അപ്പോ ഈ തൊപ്പിയിട്ട് യൂട്യൂബർ എന്നും പറഞ്ഞ് വേറൊരു പേര് ആ പുള്ളിക്കാരന് നൽകിയിരുന്നു. പുള്ളിക്കാരി ഡബിൾ സ്റ്റാൻഡ് കളി ഒഴിവാക്കിയിട്ടില്ല. ഒരു സൈഡിൽ കൂടെ എന്ന് പറയും, എന്താണ് എന്നെ പറ്റി റിയാക്ഷൻ ചെയ്തോ, നിങ്ങൾ എനിക്ക് പ്രൊമോഷൻ തന്നോ എന്നൊക്കെ പറഞ്ഞ ഒരു സൈഡിൽ കൂടെ അങ്ങനെ പറയും. ഞാൻ റിയാക്ഷൻ വീഡിയോസ് ഒന്നും കാണാൻ പോവാറേ ഇല്ല, അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ ഇട്ടോന്നും പറഞ്ഞ് ഇപ്പുറത്തെ സൈഡിൽ നിന്നോണ്ട് പറയും. ബ്ലോഗേഴ്സ് റിയാക്ഷൻ ചെയ്തു കഴിഞ്ഞാലോ ചേച്ചിക്ക് പൊള്ളി കഴിയുമ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ചേച്ചി വരും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറ്റസമ്മതം നടത്തിയെന്ന്. ആ കുറ്റസമ്മതം നടത്താനുള്ള കാരണം എന്തായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, 3 ചേട്ടന്മാരും കൂടി ഇരുന്ന് 3 പേര് ഇരുന്ന് വീഡിയോ പറയുന്ന കണ്ടല്ലോ, എന്നെ പറ്റി നെഗറ്റീവ്. അതിന്റെ അടിയിൽ വരുന്ന കമന്റിലേക്ക് വായിച്ചില്ല. എടാ നാണമില്ലേടാ നിനക്കൊക്കെ? ആ തൊപ്പി വെച്ച് എനിക്കൊന്നും ഡാനിസത്തിനാന്ന് തോന്നുന്നു. മറ്റവന്മാരെ രണ്ടിനും എനിക്ക് അറിയത്തില്ല. അപ്പൊ മറ്റവന്മാരെ രണ്ടുപേരെ അറിയത്തില്ല, പക്ഷെ ഞാൻ വീഡിയോസ് എല്ലാം കാണാറുണ്ട് കേട്ടോ. പുള്ളിക്കാരി വീഡിയോ ഒക്കെ ഇരുന്ന് കാണും, പക്ഷെ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ പേരൊന്നും അറിയത്തില്ല. അറിയാം എന്റെ നെഗറ്റീവ് അടിക്കുന്നത്. എടാ നീയൊക്കെ പറഞ്ഞോണ്ടിരിക്കടാ, ഞാൻ ഇനി എക്സ്ക്ലൂസീവ് കണ്ടന്റ് എന്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഇടും. നീയൊക്കെ ഇനി പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കും. എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യും, മനസ്സിലായോ? അത് എന്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഇല്ലേ, നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കുക. നീയൊക്കെ ഇനി ഇട്ടോണ്ടിരിക്കടാ എന്നും പറഞ്ഞ് ഇങ്ങനെ വന്ന് പറയുന്നതുകൊണ്ടാണ് ആൾക്കാർ ഇടുന്നതെന്ന് ചേച്ചി മറന്നു പോകരുത്. എല്ലാവരും എടുത്തു വെച്ച് അങ്ങ് ചേച്ചി അലക്കും. ലാസ്റ്റ് എല്ലാരും കൂടെ എടുത്തിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ചേച്ചി പറയും ഞാൻ കേസ് കൊടുക്കാൻ പോവാ, നിയമപരമായിട്ട് മുന്നോട്ട് പോകാൻ പോവാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് വരും. എന്തായാലും രേണുവിന്റെ കണ്ടന്റ് എന്ന് പറയുന്ന നെഗറ്റീവ് പബ്ലിസിറ്റി തന്നെയാണ്. അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കാണിക്കുന്നത്. അപ്പൊ നെഗറ്റീവ് കണ്ടന്റിന് വേണ്ടി രേണു എന്ത് വേണമെങ്കിലും ചെയ്യും. ആ ഒരു കളിയാണ് ചേച്ചി കളിക്കുന്നത്. കാര്യം അതിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് ഈ റിയാക്ഷൻ ചാനലുകാർക്കെതിരെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുമ്പോൾ റിയാക്ഷൻ ചാനലുകാരെ ഇങ്ങനെ തിളയ്ക്കും. അവരെ അത് വെച്ചിട്ട് വീഡിയോ ചെയ്യും. അങ്ങനെ ആ വ്യൂസ് മതിയല്ലോ ചേച്ചി അങ്ങ് പൊങ്ങി പോകാൻ. പുള്ളിക്കാരിക്ക് അറിയാം നെഗറ്റീവ് വന്നു കഴിഞ്ഞാലേ പുള്ളിക്കാരി നിലനിൽക്കത്തുള്ളൂ. അതുകൊണ്ട് റീച്ച് കുറയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കണ്ടന്റ് ഇട്ട് കൊടുത്തോണ്ടിരിക്കുക. മനസ്സിലായോ? പുള്ളിക്കാരിക്ക് ഒരു ധാരണയുണ്ട്, ഇത് ആരും അറിയത്തില്ല, എന്റെ മൈൻഡിൽ ഇങ്ങനെ എനിക്കറിയാം റീച്ച് കയറണമെന്നുണ്ടെങ്കിൽ, പുള്ളിക്കാരിക്ക് അറിയാം റീച്ച് കയറണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് തന്നെ വേണം. ആ നെഗറ്റീവ് പിന്നെ അതൊന്നും ആരും അറിയാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ കിടന്ന് വെളുപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ പുള്ളിക്കാരിക്ക് തന്നെ അറിയാം എന്താ സംഭവം എന്നൊക്കെ. ഇതിനെ സംബന്ധിച്ച് ഈ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, തൊപ്പി വെച്ച ആളുടെ പേരറിയത്തില്ല എന്ന് പറഞ്ഞിട്ട് കുറെ പുള്ളിക്കാരി കിടന്ന് ചിലക്കുന്നുണ്ട്. കാറിലേ ഇല്ലാത്ത ഒരു പുള്ളിക്കാരന്റെ പേര് ഡാനി സത്യൻ എന്ന് പറഞ്ഞിട്ടൊരു പേരാണ് പുള്ളിക്കാരി വലിച്ചഴിച്ചിരിക്കുന്നത്. അപ്പോ ഈ ഡാനി സത്യൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് പിന്നെയും വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഒന്നും കൂടെ ഒന്ന് കണ്ടുനോക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടതിൽ ഡാനി സത്യം എന്നുള്ള പേര് ഞാൻ പറഞ്ഞു. സത്യം പറയാം, ഇപ്പൊ തന്നെ മനസ്സിലായില്ലേ, എനിക്ക് നിന്റെ ഒക്കെ പേര് പോലും അറിയത്തില്ല. 3 എണ്ണം ഇരുന്ന് ബിജു ചേട്ടനോ. കണ്ടില്ലേ, ഇവര് പറയുന്ന എന്താന്ന് വെച്ചാൽ റിയാക്ഷൻ ബ്ലോഗേഴ്സിന്റെ പേര് അറിയത്തില്ല. എന്നിട്ട് ഈ ഡാനി സത്യൻ എന്ന് പറയുന്ന ആളുടെ പേര് എങ്ങനെ പറഞ്ഞു? അതാണ് ഞാൻ ചോദിക്കാനുള്ളത്. ഇപ്പം എന്നിട്ട് വന്നിങ്ങനെ മെഴുകുവാണ്, എനിക്ക് നിങ്ങൾക്ക് തന്നെ അറിയത്തില്ലേ, എനിക്ക് ഈ യൂട്യൂബേഴ്സിന്റെ ഒന്നും പേരറിയത്തില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ചിലപ്പോ ഈ പിന്നെ റിയാക്ഷൻ ചാനലെല്ലാം ഫുള്ള് കുത്തിയിരുന്ന് കണ്ടിട്ടായിരിക്കും പുള്ളിക്കാരി ഈ റിയാക്ഷൻ ചാനൽ ചെയ്യുന്നവരുടെ പേരറിയത്തില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുന്നത് ചുമ്മാതായിരിക്കും. ഇനി പുള്ളിക്കാരി റിയാക്ഷൻ വീഡിയോസ് കാണാതെ എങ്ങനെയാ ഇങ്ങനെ വന്ന് പറയുന്നത്? 3 പേര് തൊപ്പി വെച്ചിരുന്ന ആള് 3 പേര് കാറിലിരുന്ന് എന്നെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞെന്നൊക്കെ ആരെങ്കിലും വന്ന് വഴി കൂടെ പോകുന്നവരെ ഒന്ന് പറഞ്ഞാണോ നിന്നെ കുറിച്ച് ഇങ്ങനെ ചാനലുകാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഒന്നും കാണാതെ വന്നിട്ട് ഇങ്ങനെ ചേച്ചി പ്രതികരിക്കുകയാണോ? പിന്നെ വേറൊരു കാര്യം, ഇഷ്ടംപോലെ ആൾക്കാർ ചേച്ചിയുടെ ചാനൽ കാണുന്നതാണ്, ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം കാണുന്നതാണ്. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അളന്ന് മുറിച്ച് വേണം പറയാൻ. കാര്യം എന്താണ് വായിന്ന് വീഴുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നല്ലപോലെ ശ്രദ്ധിച്ച്
വേണം സംസാരിക്കാൻ. ഇതിപ്പോ ശരിക്കും പറഞ്ഞാൽ ചേച്ചി ചെയ്ത എന്തോ ഫുള്ള് ആളിനെ പോലും അറിയാതെ ആ കൂട്ടത്തിലില്ലാത്ത ആളുടെ പേര് തന്നെയാണ് അവിടെ വിളിച്ചു പറഞ്ഞത്. മനസ്സിലായോ? ചുമ്മാ വന്നിങ്ങനെ പറയരുത് ഓരോരുത്തരുടെ പേര്. കാര്യം ഒന്നിനും ഇല്ലാത്തവരെ വിളിച്ച് അതിനകത്ത് കുത്തിക്കയറ്റി തിരികെ കളയരുത്. എന്ത് ചേട്ടനെ ഇവനൊക്കെ ഏതവനാന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇവന്റെയൊക്കെ പേര്. പിന്നെ അപ്പൊ അതിനെ റിയാക്ഷൻ ചെയ്തോണ്ട് ഡാനി സത്യ ഇനിയെങ്കിലും രേണു ചേച്ചി ഒരു കാര്യം സമ്മതിക്കണം. റിയാക്ഷൻ ചാനലിലെല്ലാം കാണുമെന്നങ്ങ് സമ്മതിച്ചേക്ക്. അതായിരിക്കും നല്ലത്. ചിലപ്പോ ഇനി പേര് കറക്റ്റ് ആയിട്ട് പറയാത്തത് റീച്ച് കിട്ടുമെന്ന് അവർക്ക് റീച്ച് കിട്ടുമെന്ന് പേടിച്ചാണോന്ന് അറിയത്തില്ല. ഈ പാവർ റിയാക്ഷൻ ചാനലുകാരുള്ളത് കൊണ്ടാണ് ചേച്ചി കഞ്ഞി കുടിച്ചു പോകുന്നതെന്ന് ചേച്ചിക്ക് മനസ്സിലാവുന്നില്ല. അടുത്തൊന്ന് കേൾക്കും ചെയ്തോണ്ട് ഡാനി സത്യ നിന്റെ പേര് ഞാൻ ഇട്ടേനെ സോറി. നീ എന്തിനെ വിളിച്ച ശവമെന്ന്? എടാ ഞാൻ ഇപ്പൊ ശവമായിട്ടില്ല. ഞാൻ എന്തായാലും മരിച്ചു കഴിഞ്ഞ് ശവമാകും. സുധീലയത്തിൽ എന്നെ പൊതുദർശനം. പുള്ളിക്കാരിയുടെ ഒരു മൈൻഡിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വെട്ടിത്തുറന്ന ഒരാളുടെ പേര് പറയുക, ആ പേര് ആളെ ആ ഒരു ഇതിലില്ലെന്ന് അറിയുക, അറിഞ്ഞു കഴിയുമ്പോൾ സെന്റിമെന്റ്സ് അടിച്ച് വേറൊരു വീഡിയോ ഇടുക, എന്നിട്ട് പിന്നെ അപ്പോൾ ആ സെന്റിമെന്റ്സ് അടിച്ച് വീഡിയോ ഇടുമ്പോൾ ആ പേര് പറഞ്ഞ ആൾക്കൊരു മനസ്സലിവൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ തന്നെ പുള്ളിക്കാരിയുടെ ഒരു എന്താണ് ഒരു പ്ലേ ആണിത്. അന്നേരം പിന്നെ അവര് ഓരോരുത്തർ പറയുമല്ലോ, അയ്യോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോറി കേട്ടോ എന്നൊക്കെ പറയുമല്ലോ. പക്ഷെ ഒരു കാര്യം രേണു ചേച്ചി ഓർക്കണം, അതൊക്കെ പണ്ട്. ഇപ്പൊ എല്ലാവർക്കും രേണുവിന്റെ സ്വഭാവം നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ആരും മാപ്പ് ചോദിച്ചോണ്ട് വരുമെന്നൊന്നും വിചാരിക്കേണ്ട. മാപ്പല്ല, പോട്ടെ കുഴപ്പമില്ല, അങ്ങനെ രേണുവിന് അബദ്ധം പറ്റിയതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വരുമെന്ന് വിചാരിക്കണ്ട. അടുത്ത വേറൊരു വീഡിയോ കാണിച്ചു തരാം, അതൊന്ന് നോക്കൂ. ഓർമ്മയുണ്ടായിരുന്നു. പ്രതീക്ഷേട്ടന് ഓർമ്മയില്ലെങ്കിലും രേണു ചേച്ചിക്ക് ഓർമ്മയില്ലെങ്കിലും വ്യൂവേഴ്സിന് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. വലിയ രീതിയിൽ വിവാദമായിട്ടുള്ള ഒരു ആൽബം തന്നെയായിരുന്നു അത്. ഇവർ അഭിനയിക്കുന്ന എല്ലാ വീഡിയോസും വ്യൂവേഴ്സിന് നല്ല രീതിയിൽ ഓർമ്മയുണ്ട്. ആ രീതിയിലാണല്ലോ ഇത് പടച്ചു വിടുന്നത്. രേണുവും പ്രതീക്ഷ മറന്നാലും ബാക്കിയുള്ളവരാരും മറക്കത്തില്ല ഇത്. നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടോ? ഈ ചെമ്പരത്തി ബാറിലെ വലിയ ബിഗ് സ്ക്രീൻ ഉള്ള ഒരു തിയേറ്റർ എന്തോ ആണെന്ന് തോന്നുന്നു. ആ സംഭവത്തില് ബിഗ് സ്ക്രീനിൽ ഇട്ടിരിക്കുക എന്താ രേണുവിന്റെയും പ്രതീഷിന്റെയും ആൽബം. അത് പ്ലേ ചെയ്തിട്ട് പ്രതീഷിനെ ഫോൺ ചെയ്തിട്ട് വീഡിയോ കോൾ ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക, ഇത് ഓർമ്മയുണ്ടോന്ന്. എന്തായാലും പ്രതീക്ഷേട്ടന് സന്തോഷമായി കാണുക. ഈ ബിഗ് സ്ക്രീനിലൊക്കെ കാണാൻ പറ്റിയല്ലോ, ഇതുപോലെ അവരൊക്കെ കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ആശ്വാസമായിരിക്കും. എന്തായാലും അടുത്തൊരു വീഡിയോ കൂടെ ഉണ്ട്, അതും കൂടെ കണ്ടു നോക്കും. കള്ളിപ്പെണ്ണും കള്ളുകുത്തി ഞാനേ പ്രതീക്ഷ ദാസേട്ടൻ കോഴിക്കോട് അഭിനയിച്ച ലച്ചു RJ ലച്ചു ഡയറക്റ്റ് ചെയ്ത കള്ളിപ്പെണ്ണും കള്ളുകുത്തി ഇപ്പോഴും വിവാദം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇന്നലെ ട്രീസർ ഇറങ്ങുവാണ്. അപ്പോൾ ഉടനെ ഇറങ്ങുന്നു, ആൽബം ഉടനെ ഇറങ്ങുന്നതായിരിക്കും. സോ എല്ലാവരും സപ്പോർട്ട് വേണം. അപ്പൊ എന്തായാലും നമ്മുടെ ചേച്ചിയുടെ പുതിയ ആൽബം ഇറങ്ങുന്നുണ്ട്, കള്ളിപ്പെണ്ണും കള്ളുകുപ്പിയും എന്ന് പറയുന്നത്. എന്തായാലും നല്ല പേര് കേട്ടോ, കൊള്ളാം. അതെല്ലാവരും കാണണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, എന്ത് പറഞ്ഞാലും രേണുസുതി ലാസ്റ്റ് കൊണ്ട് സോ 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 ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ല, പക്ഷെ പുള്ളിക്കാരി ഭയങ്കര ഇതായിട്ട് സോ 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 എന്നും പറഞ്ഞിട്ട് പുന്നളിയാ ഫുള്ള് സോയാ. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, വീഡിയോസിനകത്തൊക്കെ പുള്ളിക്കാരി പറയുന്നതിന്റെ ഒക്കെ സോ 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 തിരികെ കേട്ടുന്നുണ്ട്. അപ്പോ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, പിന്നെ രേണുസുതിക്ക് ഒരു വീട് വെച്ച് കൊടുത്തായിരുന്നല്ലോ, അതില് സുതിലയം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. എല്ലാവരും സുധിച്ചേട്ടനോടുള്ള സ്നേഹം കൊണ്ടിട്ടായിരിക്കും ആ ഒരു പേര് കൊടുത്തത്. അപ്പൊ ആ ഒരു പേര് ഇപ്പം നേരെ മാറ്റി വിവാദലയം എന്നാക്കിയിട്ടുണ്ട് കേട്ടോ, ആ വീടിന്റെ പേര്. എന്ത് മോശമാണെന്നറിയാം കാണിക്കുന്നത്. ഇത് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണോ അതോ റീച്ചിന് വേണ്ടിയിട്ടാണോ ചെയ്തത്? ശരിക്കും ഒരു സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുമ്പോഴത്തേക്കും അത് വളരെ അളന്നു മുറിച്ചാണ് പറയേണ്ടത്. ഇപ്പൊ കണ്ടില്ലേ, വീടിന് നൽകിയിരിക്കുന്ന പേര് സുതിലയം മാറ്റിയിട്ട് വിവാദലയം. അതുപോലെ തന്നെ ഈ മറ്റേ 3 പേര് തമ്മിൽ ഈ കാറിൽ ഇരുന്നതിൽ എന്താണ് ഡാനി സത്യൻ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇതൊക്കെ പറയുമ്പോൾ സോഷ്യൽ മീഡിയ ആണ്, നിങ്ങൾ വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിച്ചും കണ്ടും പറയാം. അടുത്തത് പറയുന്ന ഒരുപാട് അമ്മമാര് ചേച്ചീനെ ആരാധിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. കാര്യം ഒരുപാട് പേര് കുറ്റപ്പെടുത്തുമ്പോഴത്തേക്കും അമ്മച്ചിമാരൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്നാണ് പറയുന്നത്. ഇത്രയും പേര് കുറ്റപ്പെടുത്തുമ്പോൾ ഒരുപാട് പേര് അമ്മമാരാണ് ചേച്ചി, ഇഷ്ടം പോലെ ആൾക്കാർ ഇപ്പോഴും എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ആൾക്കാർ രേണുസുതിയെ സ്നേഹിക്കുന്നതെന്ന് അമ്മച്ചിമാര്. പുള്ളിക്കാരി പറയുന്നത് ഏതെങ്കിലും ഒരു ഇനാഗ്രേഷന് പോകുമ്പോൾ 50 അമ്മമാരെങ്കിലും വന്ന് ഫോട്ടോ എടുത്തോണ്ട് പോകത്തുള്ളൂ. ആ അമ്മമാരുടെയൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ചേച്ചിയെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഫോട്ടോ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുവാണ്. ദൈവത്തെ പോലും ഇതുപോലെ ആരാധിക്കത്തില്ലെന്നൊക്കെയാ പറയുന്നത്. അവർക്കൊന്ന് കമന്റ് ഇടാൻ അറിയാത്തതുകൊണ്ടായിരിക്കാം. ശരിക്കും കമന്റ് ഇടാൻ അറിയാത്തതുകൊണ്ടാണ് അവർ മിണ്ടാത്തതെന്ന് പറയുന്നത്. കമന്റ് ഇടാൻ അറിയാമെങ്കിൽ എന്റെ പൊന്നളിയ ചെറിയ കേട്ടണേ ഇവര്. ഒരുപാട് പേര് സ്നേഹിക്കുന്നുണ്ട്. നേരിട്ട് കാണുമ്പോൾ അവരുടെ സ്നേഹം ഞാൻ മനസ്സിലാക്കുന്നതാണ്. അങ്ങനെയാണ്.
ഞങ്ങൾക്ക് ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് കോമന്റ്സ് വരാറുണ്ട്. പ്രായമായ ആൾക്കാരൊക്കെ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ല ചില ആൾക്കാർ മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് അവര് വിചാരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതില് മെസ്സേജ് അയക്കുമ്പോ അത് രേണു കാണുന്നുണ്ട് എന്ന് മെസ്സേജുകൾ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി. അമ്മമാർക്കൊക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ്. പിന്നെ രേണു ചേച്ചി ഇടുന്ന സ്റ്റെപ്പുകൾ, ഡാൻസ് കളിക്കുന്നത്, എത്രയൊക്കെ ഡാൻസ് പഠിച്ചവർക്കും ആ സ്റ്റെപ്പ് ഒന്നും ഇടാൻ പറ്റത്തില്ല. രേണു ചേച്ചിക്ക് മാത്രം ഇടാൻ പറ്റുന്ന കുറച്ച് സ്റ്റെപ്പ് ഉണ്ട്, അതൊന്ന് കണ്ടു നോക്ക്. കണ്ടില്ലേ, അവിടെ ഇരുന്ന് ചിരിക്കുക, ആരാധകരൊക്കെ കൂടെ ഇരുന്ന് ചിരിക്കുക. എന്തായാലും പുള്ളിക്കാരിയുടെ ഒറിജിനൽ സ്വഭാവം അങ്ങ് പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.